ഗെറ്റ് റെഡി കേരള ജനതയും ഇന്ത്യൻ ജനതയും. ആദ്യം കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ മൊണ്ണന്മാർ ഇന്ത്യനെ പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഇതൊരു കളവനാണ്. ഇയാളുടെ കയ്യിൽ ചീഫ് മിനിസ്റ്റർ പല ഔദ്യോഗിക കാര്യങ്ങളാണ് 10 കൊല്ലമായിട്ട് കേരളത്തിലുള്ളത്. അപ്പോൾ ഇയാളുടെ കയ്യിലാണ് സ്ത്രീ സുരക്ഷ. അപ്പോൾ 2-3 കാര്യം പറയാം. ഇയാളുടെ കയ്യിലാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. അതിലാണ് സ്ത്രീ സുരക്ഷ സ്കീമെല്ലാം വന്നത്. 10 കൊല്ലമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മെനക്കെടുന്നതാണ് ഇവർ പറയുന്നത്. UDF ആയാലും LDF ആയാലും RSS ആയാലും ഇതിപ്പോൾ കുറേ കാലമായല്ലോ എല്ലാവരും സഹിക്കുന്നത്. പറയാനായിരിക്കും വേണ്ടേ. ഇപ്പോൾ ഒരുത്തനെ കാണുന്നില്ല, കൈയെല്ലാം വെച്ചിട്ട് SDP അങ്ങോട്ട് പോകാം. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, ഈ ചങ്ങായിൻ്റെ കയ്യിലാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇവർ കംപ്ലയിൻറ്റ് നമ്പർ കേരള പോലീസിൻ്റെ പോള ആപ്പ് അല്ലെങ്കിൽ തുണ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പരാതിയും പോലീസ് സ്റ്റേഷനിൽ പോകാണ്ട് കേസ് സ്മാർട്ടാക്കിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിങ്ങനത്തെ ചെയ്തിട്ട് ക്ലോസ് ചെയ്യും. ഒരു റിപ്പോർട്ടും തരാണ്ട് ഒന്നും തരാണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനിയും കണ്ട ഇന്ത്യൻ സിറ്റീസൻ്റെ എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്യലാണ്. ഇനി പറയാനുള്ളത് ഇതാ, ഇന്ത്യൻ സിറ്റീസൻ എന്താക്കൂ, ഇനിയും അകന്നെ എടുത്തിട്ട് പിന്നെയും കയറ്റും. ഇത് പഠിക്കാത്തത് വന്നത് കറക്റ്റ് അറിയാലോ. ഇനി ഇങ്ങനെ ഒരു കാര്യം പറയാം. ഇയാളെ കീഴിലാണ് IAS IPS. ഇനി IASൻ്റെ ഒറിജിനൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കളവൻ അപ്പുറമുണ്ട്, അമിത്ഷാ ഷാജിയേട്ടൻ്റെ കയ്യിലാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പിന്നെ പ്രതിരോധ മന്ത്രിയെല്ലാം ഉണ്ട്. ഇവരെല്ലാം കൂടി ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് IASനും IPSനെല്ലാം ഇങ്ങോട്ടേക്ക് അയക്കും. എല്ലാവരും അയച്ചു കഴിഞ്ഞാലും ഈ ചങ്ങായിൻ്റെ കയ്യിലാണ് ഉണ്ടായത്. അപ്പോൾ ഒരു കാര്യം പറയാൻ, കളവ രാജിവെക്ക് ചങ്ങായി. ഇനി പറയാൻ പോകുന്നത് മുഖത്തോക്കി പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുള്ള കാര്യം പറയാം. അപ്പോൾ IPS IASൻ്റെ രണ്ടാമത്തെ ഡെഫിനേഷൻ പറയാം. ഇന്ത്യ കണ്ടുപിടിച്ചത് ഇഡിയറ്റ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫ് ഇന്ത്യ. എല്ലാവരും അല്ലേ സം ആക്കി. മലയാളം പറയുമ്പോൾ പിന്നെ ആ രീതിയിലാണ്. ഉദ്ദേശശുദ്ധിയും പൊങ്കാലിട്ടക്കല്ല, പിടിച്ചോണ്ട് പോയേക്കല്ല, രാജ്യദ്രോഹിയാക്കല്ല, ഈനെല്ലാം പിടിച്ചോണ്ട് പോണ്ടി. അപ്പോൾ IPS ഇഡിയറ്റ്സ് ഇൻ പോലീസ് സർവീസ് ഓഫ് ഇന്ത്യ എല്ലാം സമ്മാണ്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സുരക്ഷയാണ്. ഇന്ത്യൻ സിറ്റീസൺ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതാ 110 ഭയങ്കര നമ്പറാണ്. 011000110. ബാക്കിയെല്ലാം അതിൽ 11 ഉണ്ട്. കാരണം മറ്റേ വേറൊരു അർത്ഥമുണ്ട്, പിന്നെ പറയാം. ഒരു ഫ്ലാഗെല്ലാം കണ്ടിട്ടില്ലേ ട്രാൻസ്ജെൻഡറിൻ്റെ എല്ലാം, അതേപോലെ 11 ഒരു അർത്ഥങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. KP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പോലീസാണ്. KP എന്ന് പറയുന്നത് എല്ലാവരും അല്ല പറയുന്നത്, കള്ളപ്പോലീസ്. ഇവർ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് 10 കൊല്ലമായിട്ട് നടക്കുന്നത്. സ്ത്രീകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ, പുരുഷന്മാരില്ലേ, അപ്പോൾ കുടുംബങ്ങളില്ലേ. അപ്പോൾ എന്തുണ്ടാക്കാനാണ്, ഇറങ്ങിപ്പോടല്ലോ.